നാലാമത്തെ ഫോർത്ത് ക്വസ്റ്റ്യൻ വരുന്നത് ഹിയർ വി ഹാവ് ഗിവൻ എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് that is which is 10 when x less than or equal to 3. Between 3 and 4 f of x is ax plus b, and when x greater than or equal to 4 the value of f of x is 20, and it is given that this function is a continuous function. Question is find the value of a and b. ഇതിൽ തന്നിരിക്കുന്ന എയുടെയും ബിയുടെയും വാല്യൂസ് ഫൈൻഡ് ചെയ്യുക. ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ബ്രേക്ക് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് 3ഉം 4ഉം ആണ്. ഞാനപ്പോൾ ജസ്റ്റ് ഒരു റഫ് ഫിഗർ ഒന്ന് വരച്ചിട്ടുണ്ട്. കണ്ടോ, അങ്ങനെ ഒരു ഗ്രാഫ് വരികയാണെങ്കിൽ കണ്ടോ 3ഉം 4ഉം ആണ് തന്നിരിക്കുന്നത്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 തൊട്ട് 3യോ 3നേക്കാൾ ചെറുതോ ആണെങ്കിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 തൊട്ട് താഴോട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ഫംഗ്ഷൻ്റെ വാല്യൂ 10 ആണ്. ഓക്കെ, ബിറ്റ്വീൻ 3 and 4 ഇത് ഓപ്പൺ അല്ല, 3 and 4 എക്സ്ക്ലൂഡഡ് ആണ്. അവിടെ 3ഉം 4ഉം ഓപ്പൺ ഇൻ്റർവൽ 3, 4ൽ നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ എ എക്സ് പ്ലസ് ബി ആണ്. ആൻഡ് ഓൾസോ വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4, എക്സ് 4നേക്കാൾ വലുതാകുമ്പോൾ 4 തൊട്ട് മുകളിലോട്ട് ഫംഗ്ഷൻ്റെ വാല്യൂ 20 ആണ്. ഓക്കെ, അപ്പോൾ ഇവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ തന്നിരിക്കുന്ന എല്ലാ പോയിൻറ്റ്സിലും കണ്ടിന്യൂസ് ആണ്. Okay, it is given that f of x is a continuous function. f of x is continuous. That means ഇവിടെ നമുക്ക് 2 പോയിന്റ്സ് അല്ലേ തന്നിരിക്കുന്നത്. f of x is continuous at 3 and f of x is continuous at 4. ഞാനിവിടെ ഗ്യാപ്പ് ഇട്ട് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോമുല അങ്ങോട്ട് എഴുതി പോകാം. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എ എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്? ലിമിറ്റ് ഫോം വെച്ച് ചെയ്യാൻ പഠിച്ചിട്ടില്ലേ? എങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ്. Okay, limit extends to a plus f of x equal to limit extends to a minus f of x equal to f of a. ഇതാണ് നിങ്ങളുടെ എയുടെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ലിമിറ്റും എ എന്ന് പറയുന്ന പോയിന്റിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്ന ലിമിറ്റും ആ ഫംഗ്ഷനിൽ എയുടെ വാല്യൂ ഈക്വൽ ആകണം. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ എയിൽ കണ്ടിന്യൂസ് ആണ്. നമുക്കപ്പോൾ ഇവിടെ നോക്കാമല്ലോ. അതുപോലെ ഇറ്റ് ഈസ് ഗീവൻ ദാറ്റ് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് 3. ദാറ്റ് മീൻസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 പ്ലസ് എഫ് ഓഫ് എക്സ് equal to limit extends to 3 minus f of x equal to f of 3. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. ഇതെല്ലാം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. 3 പ്ലസ് എന്ന് പറഞ്ഞാൽ 3യുടെ റൈറ്റ് സൈഡിലോട്ട് ഫംഗ്ഷൻ്റെ വാല്യൂ എത്ര തന്നിരിക്കുന്നത്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 പ്ലസ് എത്ര തന്നിരിക്കുന്നത്? എന്താ തന്നിരിക്കുന്നത് ഫംഗ്ഷൻ്റെ വാല്യൂ? ഇത് എ എക്സ് പ്ലസ് ബി ആണ്. ദറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 എഫ് ഓഫ് എക്സിന് പകരം നമുക്ക് അവിടെ എ എക്സ് പ്ലസ് ബി കൊടുക്കാം. 3യുടെ റൈറ്റ് സൈഡിൽ കണ്ടോ, 3യുടെ ലെഫ്റ്റിൽ 10ഉം റൈറ്റിൽ എ എക്സ് പ്ലസ് ബിയും ആണ്. ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിൽ എത്ര? 10 ആണ് അല്ലേ? 10 അല്ല, നമുക്ക് ഡയറക്റ്റായിട്ട് എഴുതാം. കാരണം ഇങ്ങനെ എഴുതി പോയിക്കോളൂ. അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 മൈനസ് നമ്മൾ വാല്യൂ കൊടുക്കുമ്പോഴേക്കും പിന്നെ മൈനസ് പ്ലസ് വേണ്ട, നമ്മുടെ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കൊടുക്കുമ്പോൾ 3 എന്നും കൊടുക്കുക കേട്ടോ. ഫംഗ്ഷൻ്റെ വാല്യൂ കൊടുക്കുന്ന സമയത്ത് 3 മൈനസ് 3 പ്ലസ് ഒന്നും വേണ്ട, 3 തന്നെ കൊടുക്കുക. അപ്പോൾ എഫ് ഓഫ് എക്സ് റൈറ്റ് സൈഡിൽ 10 ആണ്, ലെഫ്റ്റ് സൈഡിൽ 10 ആണ്. ഓക്കെ, ആൻഡ് എഫ് ഓഫ് 3 എന്താ? 3ൽ എത്രയാണ് വരുന്ന വാല്യൂ? 3 തൊട്ട് ഇടത്തോട്ട് കണ്ടോ, എക്സ് ഈക്വൽ ടു 3ലും ലെസ് ദാൻ 3ലും ഫംഗ്ഷൻ്റെ വാല്യൂ 10 ആണ്. അപ്പോൾ എഫ് ഓഫ് 3 10 ആണ്. നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ എങ്ങനെ വരും? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 എ എക്സ് പ്ലസ് ബി. എന്ത് ചെയ്യുക? എക്സിനെ ഇങ്ങനെ എക്സിൻ്റെ വേരിയബിൾസ് വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. പോളിനോമിയൽ ഫോമിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് എക്സിന് പകരം അവിടെ തന്നിരിക്കുന്ന ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അല്ലേ? സോ അപ്പോൾ ദിസ് ബിക്കംസ് എ ഇൻറ്റു 3a പ്ലസ് ബി. ഓക്കെ, ഇവിടെ എന്തോന്ന് കോൺസ്റ്റൻ്റ് ആണ്, നമുക്ക് എക്സ് ടൈം ഒന്നുമില്ല. സോ അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 10 എന്ന് പറയുന്ന 10 തന്നെയാണ്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 10. സോ അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടി കേട്ടോ. ഇതിന് ഞാൻ ഇക്വേഷൻ 1 ആയിട്ട് എടുത്തു. ഇതുപോലെ തന്നെ നമുക്ക് പറയാം ഇവിടെ എഫ് ഓഫ് എക്സ് 4ൽ കണ്ടിന്യൂസ് അല്ലേ? അതിൻ്റെ മീനിങ് എന്താ? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 4 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 4 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 4 അല്ലേ? ഇതാണ് ഉദ്ദേശിക്കുന്നത്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 4 പ്ലസ് മീനിങ് 4ൻ്റെ റൈറ്റ് സൈഡിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്തെന്ന് കണ്ടോ? 4ൻ്റെ റൈറ്റ് സൈഡിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 20 ആണ്.
സോ അപ്പോൾ ഞാൻ എഫ് ഓഫ് എക്സ് മാറ്റുകയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 എഫ് ഓഫ് എക്സിന് പകരം 20 റീപ്ലേസ് ചെയ്തു. ലിമിറ്റ് എക്സ് ടെൻസ് ടു 4ൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഫംഗ്ഷൻ്റെ വാല്യൂ തന്നിരിക്കുന്നത് എന്തായിരുന്നു? 3a+b ആണ്. സോറി ax+b ആണ്. സോറി കേട്ടോ. അപ്പോൾ 4ൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഫംഗ്ഷൻ്റെ വാല്യൂ വന്നിരിക്കുന്നത് ax+b ആണ് അല്ലേ. 4ൻ്റെ റൈറ്റ് സൈഡിൽ 20. സോ അപ്പോൾ ഇവിടെ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 ലെഫ്റ്റ് സൈഡ് ലിമിറ്റ് എഴുതുന്നത്, സോറി ലെഫ്റ്റ് സൈഡ് ലിമിറ്റ് ഇതിന് പകരം എഴുതുമ്പോഴേക്കും അവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 ax+b 4x മാറ്റി കേട്ടോ. ഇനി 4ൽ എത്രയാണ്? 4ന് മുകളിലോട്ടും ഫംഗ്ഷൻ്റെ വാല്യൂ 20 ആണ് അല്ലേ. ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ട് കൂടെ എഫ് ഓഫ് 4 20. ഇവിടെ നോക്കുക, ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 20 എന്ന് പറഞ്ഞാൽ 20 തന്നെ വരും. ഇനി ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 ax+b എന്ന് പറഞ്ഞാൽ എക്സ് നമുക്ക് റീപ്ലേസ് ചെയ്യാം 4 വെച്ചിട്ട്. സോ അപ്പോൾ a × 4 4a+b = 20. അത് ഓൾറെഡി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇക്വേഷൻ 2 ആയിട്ട് എടുത്തു. നമ്മൾ ഈ 2 ഇക്വേഷനും കൂടി ഒന്ന് സോൾവ് ചെയ്യാൻ പോവുകയാണ്. സോൾവ് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് എയും ബിയും നമുക്ക് ഫൈൻഡ് ചെയ്യണം. ഓക്കെ, ഞാനതൊന്ന് രണ്ടും ഇവിടേക്ക് ഒന്നുകൂടി ഒന്ന് എടുത്തെഴുതാണ് കേട്ടോ. ദറ്റ് ഈസ് നമ്മൾ ക്യാൻസൽ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് 3a+b = 10 ആയിരുന്നു ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ 4a+b = 20. രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്താൽ മതിയല്ലോ, ബി അങ്ങ് ക്യാൻസലായി പോവില്ലേ. സോ അപ്പോൾ ഇക്വേഷൻ 1 - 2 എന്ത് വന്നു? 3a - 4a ഇത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 3a - 4a എന്ന് പറയുമ്പോഴേക്കും അത് -a ആയി. ഇവിടെ b - b 0 ആയിപ്പോയി. b - b 0 ആയി. സോ അപ്പോൾ ഇത് -a = ഇവിടെ 10 - 20 -10 വന്നു. therefore a = 10 വന്നു. രണ്ട് സൈഡിലെ നെഗറ്റീവ് അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. സോ അപ്പോൾ വി ഗെറ്റ് a as 10. ഇനി എന്ത് ചെയ്യുക? ബിയുടെ വാല്യൂ കാണാൻ എളുപ്പമുള്ള ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഫ്രം ഫസ്റ്റ് ഇക്വേഷൻ വി ഗെറ്റ് 3 × a, that is 3 × 10 + b = 10, that is 30 + b = 10, or b = 10 - 30 or -20. എയുടെയും ബിയുടെയും വാല്യൂ കിട്ടിയല്ലോ. സോ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ഫങ്ഷൻസിൽ നിന്നും വാല്യൂസ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യുന്നത്? എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു കേട്ടോ. The next question, fifth question എന്ന് പറയുന്നത് find the local maxima or local minima of the function f of x = sin x plus cos x where 0 < x < if it exists. എന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഇതിൻ്റെ ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അത് എക്സിലായി ചെയ്യുന്ന ഇൻ്റർവെല്ലും തന്നിട്ടുണ്ട് ബിറ്റ്വീൻ 0 and π/2. സോ അപ്പോൾ എങ്ങനെയാണത് ഫൈൻഡ് ചെയ്യുന്നത്? നമുക്ക് രണ്ട് വിധത്തിൽ ഫൈൻഡ് ചെയ്യാം. നിങ്ങൾ പഠിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൽ വരുന്നൊരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണത്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വെച്ചിട്ടും ചെയ്യാം. കുറച്ചുകൂടി എളുപ്പം വരുന്ന എല്ലാവരും സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്യുമ്പോഴാണ് പറയുന്നത്. ഇറ്റ്സ് എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ആൻ ഇൻ്റർവെൽ ആൻഡ് സി ബി എ പോയിൻറ്റ്. ഇനി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടത് ലോക്കൽ മാക്സിമ മിനിമം ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് ഫസ്റ്റ് ഫൈൻഡ് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് f'(c) കാണുക. അത് ഇക്വേറ്റ് വിത്ത് 0 ഇക്വേറ്റ് ചെയ്യുക. 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്നൊരു പോയിൻ്റ് കിട്ടും. സി എന്ന് പറയുന്ന ആ ഒരു പോയിൻ്റ് കിട്ടും. ഇനി എന്ത് ചെയ്യുക? അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുക. ഓക്കെ, f'(c) കാണുക. എന്നിട്ട് ആ വാല്യൂ കൊണ്ടുപോയിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ കൊണ്ടുപോയിട്ട് ഈ സെക്കൻഡ് ഡെറിവേറ്റീവിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് <0 ആണോ <0 ആണെന്ന് നോക്കുക. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് അറ്റ് ദാറ്റ് പോയിൻറ്റ് <0 ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് x = c is the point of local maxima. ഓക്കെ, ഇനി അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് f'(c) എന്ന് പറയുന്ന <0 ആണെങ്കിൽ x = c എന്ന് പറയുന്ന അവിടുത്തെ ലോക്കൽ മിനിമം ആയിരിക്കും. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുന്നത് ഇങ്ങനെയാണ്. ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുക. അത് 0 ഇക്വേറ്റ് ചെയ്യുക. 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് c എന്ന് പറയുന്ന പോയിൻ്റ് കിട്ടി. ഓക്കെ, അതവിടെ നിന്നോട്ടെ. അതിന് ശേഷം അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടു. സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടതിന് ശേഷം ഇവിടെ കിട്ടുന്ന പോയിൻ്റ് കൊണ്ടുപോയിട്ട് ആ സെക്കൻഡ് ഡെറിവേറ്റീവിൽ എക്സിന് പകരം റീപ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുക. സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ആ കിട്ടുന്ന പോയിൻ്റ് അവിടുത്തെ ലോക്കൽ മിനിമം ആയിരിക്കും. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അത് നെഗറ്റീവ് ആണെങ്കിൽ കിട്ടുന്ന പോയിൻ്റ് അവിടുത്തെ ലോക്കൽ മാക്സിമം ആയിരിക്കും. ഇനി അങ്ങനെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഒക്കെ 0 ആയി പോവുകയാണെങ്കിൽ ടെസ്റ്റ് ഫെയിൽഡ് ആണ്. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഫൈൻഡ് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് f'(x) കണ്ടു.
എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് വന്നു? സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് വന്നു, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് വന്നു. ഓക്കെ, ഇനി അടുത്തത് സീറോനോട് ഇക്വേറ്റ് ചെയ്യുക. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0. സോ അപ്പോൾ ഇത് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഈക്വൽ ടു 0 എന്ന് വന്നു. ദറ്റ് ഈസ് കോസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. കോസ് എക്സിൻ്റെ വാല്യൂയും സൈൻ എക്സിൻ്റെ വാല്യൂയും എപ്പോഴാണ് 0 ആകുന്നത്? ഏത് ആംഗിളിലാണ് കോസ് എക്സും സൈൻ എക്സും 0 ആകുന്നത്? ഇവിടെ നിങ്ങൾക്കൊരു റെസ്ട്രിക്ഷൻ കൂടെ തന്നിട്ടുണ്ട്. എക്സ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എടുക്കേണ്ടത് ഓപ്പൺ ഇൻ്റർവൽ 0π/2 എന്നായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. ഓക്കെ, അപ്പോൾ ഈ ആംഗിളിൻ്റെ ഉള്ളിൽ 0യ്ക്കും π/2നും ഇടയിൽ, 0യ്ക്കും π/2നും ഇടയിൽ ഏത് ആംഗിളിലാണ് സൈൻ എക്സിൻ്റെയും കോസ് എക്സിൻ്റെയും വാല്യൂ ഈക്വൽ ആകുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. π/4 ഓർ 45 ഡിഗ്രിയിൽ കോസ് എക്സിൻ്റെയും സൈൻ എക്സിൻ്റെയും വാല്യൂ 1/√2 ആണല്ലേ. സോ അപ്പോൾ ഇത് ഈക്വൽ ആകുന്നത് ഏത് ആംഗിളിലാണ്? എക്സ് ഈക്വൽ ടു π/4. 45 ഡിഗ്രി അല്ല, അതെന്തായാലും 0യ്ക്കും 90യ്ക്കും ഇടയിലാണല്ലോ വരുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി. ഇനി എന്ത് ചെയ്യുക? ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുക. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കാണുക. നമുക്ക് നോക്കാം. എഫ് ഡാഷ് ഓഫ് എക്സ് ഇതല്ലേ, അതിൻ്റെ ഡെറിവേറ്റീവ് ഒന്നും കൂടി എടുക്കുക. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വന്നു? മൈനസ് സൈൻ എക്സ് ആൻഡ് മൈനസ് ഈ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് വന്നു. സോ അപ്പോൾ മൈനസ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ് എന്നാണ് വരുന്നത്. ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ ഉണ്ടല്ലോ, അത് എക്സിന് വരെ റീപ്ലേസ് ചെയ്യുക. എഫ് ഡബിൾ ഡാഷ് ഓഫ് π/4 നോക്കാം നമുക്ക് എന്ത് വരുന്നു. ദാറ്റ് ഈസ് മൈനസ് സൈൻ π/4 മൈനസ് കോസ് π/4. ദാറ്റ് ഈസ് സൈൻ π/4ൻ്റെ വാല്യൂ അറിയാം, 1/√2. ദാറ്റ് ഈസ് മൈനസ് 1/√2 മൈനസ് കോസ് π/4ഉം 1/√2. ദാറ്റ് ഈസ് മൈനസ് 2/√2 ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നെഗറ്റീവ് അല്ലേ കിട്ടിയിരിക്കുന്നത് സൈൻ, അതായത് ഇത് <0 ആണ്. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നതെങ്കിൽ, അപ്പോൾ ഇവിടെ കിട്ടുന്ന ഈ പോയിന്റ് എക്സ് ഈക്വൽ ടു π/4 ഈസ് ദ ലോക്കൽ മാക്സിമ ഓഫ് എഫ് ഓഫ് എക്സ്. ക്ലിയർ? സോ അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ 2023 പാർട്ട് എയിലെ മാത്തമാറ്റിക്സ് +2 ക്വസ്റ്റ്യൻസാണ് ആൻസർ ചെയ്തത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് മെൻഷൻ ഇറ്റ് ഓൺ ദ കമൻറ്റ് ബോക്സ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു.